വെൽക്കം ഓൾ ഓഫ് യു. എല്ലാ കൂട്ടുകാർക്കും സാറിൻ്റെ വണക്കം. നമ്മൾ പ്രോനൗൺസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ കുറച്ച് ദിവസമായി ഇപ്പോൾ ഒരു എപ്പിസോഡൊന്നും നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നില്ല. നമ്മൾ പ്രോനൗണുകൾ എത്രയുണ്ടെന്നാണ് പഠിച്ചത്? നമ്മളതിൻ്റെ ക്ലാസിഫിക്കേഷൻ നടത്തില്ല 9 എണ്ണം. അതിൽ നമ്മൾ പേഴ്സണൽ പ്രോനൗൺസ് കണ്ടു, എംഫാറ്റിക് പ്രോനൗൺസ് കണ്ടു, റിഫ്ലെക്സീവ് കണ്ടു. എംഫാറ്റിക്കും റിഫ്ലെക്സീവും ഒന്ന് തന്നെയാണ് അല്ലേ? അതിൻ്റെ പൊസിഷൻ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് അതിൻ്റെ പേര്. പിന്നീട് നമ്മൾ കണ്ടത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺസ്, ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് കണ്ടു. പിന്നെ ഇൻറ്ററോഗേറ്റീവ് പ്രോനൗൺസ് കണ്ടു. അതും കഴിഞ്ഞിട്ട് ഒരെണ്ണം ഇവിടെ കണ്ടായിരുന്നു, ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്. അപ്പോൾ ഇനി ബാക്കി എത്രയുണ്ട്? 3 more. Today we are going to study the last 3 classifications. അതിൽ ഒരെണ്ണത്തിൻ്റെ പേര് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ എന്നാണ്. എൻ്റെ പേര് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ. കുറച്ച് പേരേ ഉള്ളൂ ഇനി ഓരോ കുടുംബത്തിലും കേട്ടോ. ഈ 1-2 ഡിവിഷൻസിൽ അത്രയ്ക്ക് വരും. ഈച്ച്, എയ്തർ, നെയ്തർ, ഈ 3 പേരേ ഉള്ളൂ. ഈച്ച്, എയ്തർ, നെയ്തർ, ഈ 3 പേരും എപ്പോഴും അറിയാം ഈ 3 പേരും പ്രോനൗൺസ് ആണെന്ന് അറിയണം. ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദീസ് ആർ പ്രോനൗൺസ്. അപ്പോൾ ഇനി എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ ഈച്ച്, എയ്തർ, നെയ്തറിനെ കാണുമ്പോൾ മനസ്സിലാക്കണം, ഒയ്യോ ഇത് സാധനം പറഞ്ഞ പ്രോനൗണിൻ്റെ പെട്ടിയിൽ ഇടേണ്ട സാധനമാണ്. ഇനി അതിനെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെയാണ്. അവിടെ നമുക്ക് ഒരു നൗണിൻ്റെ കൂടെ നിൽക്കും, പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു പ്രിപ്പോസിഷൻ കൊണ്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് അതിനെ വീണ്ടും പ്രോനൗണാക്കി നിർത്തുന്നത്. ഈച്ച് ഓഫ് ദ ബോയ്സ് ഈസ് ലേറ്റ് ടുഡേ. ഈച്ച്, എയ്തർ, നെയ്തർ, അതിൽ ഞാൻ ഈച്ച് ചേർത്തൊരു സെൻറ്റൻസ് പറഞ്ഞാണ്. ഈച്ച് ഓഫ് ദ ബോയ്സ് ഈസ് ലേറ്റ് ടുഡേ. ഈച്ച് ഓഫ് ദ ബുക്സ് കോസ് 200 rupees each. ഈ ഓരോ പുസ്തകത്തിനും 200 രൂപ വീതമുണ്ട്. ഈച്ച് ഓഫ് ദ ബുക്സ്. പക്ഷേ ഈച്ച് ചേരുമ്പോൾ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, ശ്രദ്ധിച്ചായിരുന്നു. ഈച്ച് ഓഫ് ദ ബുക്സ് കോസ്, COSTS. അവിടെ ഞാനൊരു സിംഗുലർ വെർബ് ഉപയോഗിച്ചത്. ഈച്ച് ഓഫ് ദ ബോയ്സ് ഈസ്, അതൊക്കെ നമ്മൾ പിന്നീട് വെർബിൽ പഠിക്കുന്നു, എങ്കിലും അറിഞ്ഞിരിക്കുക. ഈച്ച് ഓഫ് ദ ബോയ്സ്. അടുത്തത് എയ്തർ ഓഫ് ദ ബോയ്സ്. എയ്തർ ഓഫ് ദ ബോയ്സ് ഹാസ് ഡൺ ഇറ്റ്. ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ അവൾ ഇത് ചെയ്തതാണ് എന്ന് നമുക്ക് പറയണം. എയ്തർ ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ഡൺ ഇറ്റ്. ആ 2 പേരിൽ ആരോ ഒരാളാണ് ഇത് ചെയ്തത്. എയ്തർ X ഓർ Y എന്നുള്ള അർത്ഥത്തിൽ. നെയ്തർ ഓഫ് ദ ബോയ്സ് ഹാസ് ഡൺ ഇറ്റ്. ഈ അവനും അല്ല ചെയ്തത് അവളും അല്ല ചെയ്തത് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു നെയ്തർ ഓഫ് ദ ബോയ്സ് ഹാസ് ഡൺ ഇറ്റ്. അപ്പം നെയ്തർ, ഈ അവനും അവളും അല്ലെങ്കിൽ എയും ബിയും, അതിന് പകരമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത്? നെയ്തർ. അതിന് പകരമാണ് നമ്മൾ ഉപയോഗിച്ചത് എന്ത്? എയ്തർ. അപ്പോൾ അതെല്ലാം നാമത്തിൻ്റെ പകരക്കാരായിട്ട് നിൽക്കുന്നതാണ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ്. അപ്പോൾ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ആ ഓരോ വിദ്യാർത്ഥിയുടെയും പേര് പറയുന്നതിന് പകരമാണ് ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതും എന്ത് തന്നെയാണ്? പ്രോനൗൺസ് തന്നെയാണ്. അപ്പോൾ ഇത്രയും ചിത്രം നിങ്ങളുടെ കയ്യിൽ വന്നില്ലേ? ഏത് കിട്ടി? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺസ് നമ്മുടെ കയ്യിൽ ഒതുങ്ങി. എന്ത് പറയട്ടെ, ഈച്ച് ഓഫ് ദ classroom is neat. Each of the teachers is kind. Each of the stars gives light. Either of the boys, either of the students, either of the books, either of the fruits, അങ്ങനെ പോകുന്നത്. നെയ്തർ ഓഫ് ദ ബോയ്സ്, നെയ്തർ ഓഫ് ദി ടീച്ചേഴ്സ്, നെയ്തർ ഓഫ് ദ ഫ്രൂട്ട്സ്, നെയ്തർ ഓഫ് ദ ബുക്സ്, അങ്ങനെ പോകുന്നത്. അതിനെയൊക്കെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? ആ രൂപങ്ങളെല്ലാം പ്രോനൗൺസ് ആണ്. അങ്ങനെ ഒരു ചെറിയ ഒരു വിഭാഗത്തെ നമ്മൾ കണ്ട് നിർത്തി. ഈച്ച്, എയ്തർ, നെയ്തർ. ഇനി ഒരു വിഭാഗത്തിലേക്ക് നമുക്ക് പോകണം. അതുകൂടെ കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് അവസാനത്തെ പ്രോനൗൺ എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ പഠിക്കേണ്ടിയും വരും. അടുത്തത് എന്താണെന്നറിയാം? അതിൻ്റെ പേര് റെസിപ്രോക്കൽ പ്രോനൗൺസ് എന്നാണ്. റെസിപ്രോക്കൽ, RECIPROCAL, റെസിപ്രോക്കൽ പ്രോനൗൺസ്. ഈച്ച് അതർ, വൺ അനദർ, 2 പേരേ ഉള്ളൂ. ഈച്ച് അതർ ആൻഡ് വൺ അനദർ. 2 പേരേ ഉള്ളെങ്കിൽ നമുക്ക് ഈച്ച് അതർ എന്ന് ചേർക്കാം. 2-ൽ കൂടുതലാണെങ്കിൽ നമ്മൾ വൺ അനദർ എന്ന് ചേർക്കും. ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ എടുത്ത് നോക്കാം.
അതിലൂടെ നമുക്കത് വ്യക്തമാകും. The two boys helped each other. The two boys helped each other. ആ രണ്ട് ബോയ്സ് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ പേര് വെറുതെ നമുക്ക് എടുക്കാം, എക്സും വൈയും ആണെന്ന് കരുതുക. ഹെൽപ്ഡ് ഈച്ച് അതർ എന്ന് പറയുമ്പോൾ എക്സ് വൈയെയും വൈ എക്സിനെയും സഹായിച്ചു എന്നർത്ഥം. The two boys helped each other. The two students benefited each other. ഏതോ ഒരു കാര്യം അതിൻ്റെ നേട്ടം ആ രണ്ട് കുട്ടികൾക്ക് കിട്ടിയെന്ന് പറയുന്നത്. The two students benefited each other. അപ്പോൾ അതിൽ എയ്ക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടി, അതുപോലെ തന്നെ ബിക്കും കിട്ടി എന്നുള്ള അർത്ഥം കിട്ടും. ഇനി നമുക്ക് വേണ്ടുന്ന വൺ അനദർ ആണ്. അത് രണ്ടിൽ കൂടുതലുണ്ടെങ്കിലാണ് നമ്മൾ വൺ അനദർ പറയുന്നത്. ഇപ്പോൾ ഇത് തന്നെ നമ്മൾ ആദ്യം ദ ടു ബോയ്സ് എന്ന് പറഞ്ഞില്ലേ, ഇനി നമുക്ക് ആ ടു എന്നുള്ളത് മാറ്റിയിട്ട് ബോയ്സ് എന്ന് എടുക്കാം. അപ്പോൾ ബോയ്സ് എന്ന് എടുക്കുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ എന്നോട് ചോദിക്കും, സാറേ ബോയ്സ് എന്ന് പറയുമ്പോൾ അത് രണ്ടുമായി കൂടെ, രണ്ടാണെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യും. ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫൈഡ് വി ഷുഡ് ടേക്ക് ഇറ്റ് ആസ് മോർ ദാൻ ടു. അത് സ്പെസിഫൈ ചെയ്യാത്തിടത്തോളം നമ്മൾ രണ്ടിൽ കൂടുതലായിട്ട് എടുക്കണം. അപ്പോൾ ബോയ്സ് മോർ ദാൻ ടു ബോയ്സ്, ബുക്സ് മോർ ദാൻ ടു, അങ്ങനെ എടുക്കണം. സോ ബോയ്സ് ഹെൽപ്ഡ് വൺ അനദർ. ദ ടു ബോയ്സ് ഹെൽപ്ഡ് ഈച്ച് അതർ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെയാണ് രണ്ടിൽ കൂടുതലായാൽ ദ ബോയ്സ് ഹെൽപ്ഡ് വൺ അനദർ. They asked one another. അവർ പരസ്പരം ചോദിച്ചു, എ ബിയോടും ബി സിയോടും സി എയോടും ഒക്കെ ചോദിച്ചു എന്നുള്ള രീതിയിൽ they asked one another. They advised one another. Got it? അപ്പോൾ രണ്ടേ ഉള്ളൂ. ഏത്? ഈച്ച് അതർ രണ്ട് പേർക്കിടയിലായിട്ട്. വൺ അനദർ എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതലാണെങ്കിൽ. നേരത്തെ നമ്മൾ കണ്ട ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസിൽ മൂന്ന് പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ഈച്ച്, അടുത്ത എയ്തർ നെയ്തർ. ഈച്ച്, എയ്തർ, നെയ്തർ, ആ മൂന്ന് പേര്. ഇവിടെ രണ്ട് പേരേ ഉള്ളൂ, ഈച്ച് അതറും വൺ അനദർ. അപ്പോൾ നമ്മൾ രണ്ടുപേര് വളരെ പെട്ടെന്ന് കണ്ടു തീർത്തു, കാരണം അത്ര പേരേ ഉള്ളൂ. അവർ ആകെ മൂന്ന് പേര്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് ഇതിലെന്തായാലും തരുന്നതുമാണ് രണ്ടിന്. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ഏറ്റവും അവസാനത്തെ പ്രോനൗൺ. അതിൻ്റെ പേരാണ്, ആരെങ്കിലും പറയുമോ? റിലേറ്റീവ് പ്രോനൗൺ. എന്താ പേര്? റിലേറ്റീവ് പ്രോനൗൺ. അപ്പോൾ റിലേറ്റീവ് പ്രോനൗൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനകത്തൊരു ചിന്ത വരും, ഇത് എന്തോ റിലേഷൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രോനൗണാണ്. ശരിയാണ്. ഈ പ്രോനൗൺ എന്ന് പറയുന്നത് എന്തിനു വേണ്ടി തന്നെയാണ്? ദീസ് പ്രോനൗൺസ് ആർ യൂസ്ഡ് ടു മേക്ക് റിലേഷൻസ് ഓർ റിലേഷൻഷിപ്സ്. അപ്പോൾ അടുത്തൊരു ചോദ്യം, സാറേ ആര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനാണ് ഇവരെയൊക്കെ ഉപയോഗിക്കുന്നത്? തെക്കേ വീട്ടിലെ മാധവണ്ണൻ്റെ മകൻ ശശിയും അപ്പുറത്തെ വസുതയും തമ്മിലുള്ള ബന്ധം അല്ലല്ല. രണ്ട് വാക്കുകൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത്, ഒരു വേർഡും ഒരു ഫ്രേസുമോ അല്ലെങ്കിൽ രണ്ട് ഫ്രേസുകൾ, ആ ഫ്രേസുകൾ തമ്മിൽ റിലേഷൻ ഉണ്ടാക്കുന്നതിന്, ക്ലോസുകൾ തമ്മിൽ റിലേഷൻ ഉണ്ടാക്കുന്നതിന്, സെൻറ്റൻസുകൾ തമ്മിൽ റിലേഷൻ ഉണ്ടാക്കുന്നതിന്, സെൻറ്റൻസും ക്ലോസും തമ്മിൽ റിലേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് റിലേറ്റീവ് പ്രോനൗൺസ്. വളരെ കൂടുതൽ പേരൊന്നും ആ കുടുംബത്തിലില്ല, പക്ഷേ ഇത് നമ്മൾ കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു. ഇതെങ്ങനെയാണ് രണ്ട് സെൻറ്റൻസുകളെ, രണ്ട് ക്ലോസുകളെ, ഒരു ക്ലോസും ഒരു സെൻറ്റൻസും ഫ്രേസിനെ അല്ലെങ്കിൽ വേർഡ്സിനെ ഒക്കെ ബന്ധിപ്പിക്കുന്നത്. ഞാനിതിൻ്റെ കുറേ വാക്കുകളൊക്കെ അങ്ങ് പറഞ്ഞു പോകുകയായിരുന്നു, അതിലേക്ക് തിരിച്ചു വരികയാണ്. ഒരു സെൻറ്റൻസിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റിനെ എന്തെന്നാണ് വിളിക്കുന്നത്? ആര് പറയും? ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എ സെൻറ്റൻസ്, അതിനെ എന്തെന്നാണ് വിളിക്കുന്നത്? അതിന് വിളിക്കുന്നത് എന്താണ്? ഇനി നമ്മൾ മോശക്കാരാകരുത്. ഇനി എവിടെയെങ്കിലും ഒരു സെൻറ്റൻസിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്താടാ? വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എ സെൻറ്റൻസ് എന്ന് ചോദിച്ചാൽ ഉടൻ പറയും, സർ വേർഡ് ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ്. അപ്പോഴേ ഞാൻ രണ്ടാമത് പറഞ്ഞത് ഫ്രേസ് എന്നാണ്. ഈ ഫ്രേസ് എന്നാൽ എന്ത്? ഒന്നിൽ കൂടുതൽ വാക്കുകളെ ഒട്ടിച്ചെടുക്കണം. ഒന്നിൽ കൂടുതൽ, രണ്ടാകാം, മൂന്നാകാം, നാലാകാം, അങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ അതൊരു യൂസേജ് പോലെ, ഒരു പ്രയോഗം പോലെ എങ്ങായി മാറും. ആ പ്രയോഗം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രേസ് എന്ന് വിളിക്കുന്നത്. ആ എന്ന് ചോദിക്കും, സാറേ ഫ്രേസ് എന്ന് പറയുന്നതിൽ നമ്മൾ പഠിച്ച പാർട്സ് ഓഫ് സ്പീച്ച് ഇല്ലേ, അതൊക്കെ വരാമോ? നിങ്ങൾ പഠിച്ച പാർട്സ് ഓഫ് സ്പീച്ച് വരാം, ഇനിയും നമ്മൾ പഠിക്കാനിരിക്കുന്ന വെർബും വരാം.
അപ്പോൾ നമ്മളതിനെ വെർബൽ ഫ്രേസ് എന്നൊക്കെ അല്ലെങ്കിൽ ഫ്രേസൽ വെർബ് എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഏതാണ്? ഫ്രേസ്. ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞു പോയാൽ പറ്റില്ലല്ലോ അല്ലേ? അപ്പം നമുക്ക് വെറുതെ ഒന്ന് ഫ്രേസസ് ഒക്കെ ഒന്ന് കേട്ട് നോക്കാം. ലൈറ്റ് ഒന്നില് എന്ന് എനിക്ക് ഇംഗ്ലീഷിൽ പറയണം. അപ്പം ഞാൻ എന്ത് പറഞ്ഞു? ബോയ്, ഓ ഡിയർ, പ്ലീസ് ടേൺ ഓൺ ദ ലൈറ്റ്. ടേൺ ഓൺ, ടേൺ ഒരു വെർബ്, അതിൻ്റെ കൂടെ ഞാൻ ഓൺ എന്ന മറ്റൊരു വേർഡ് കൂടെ, അത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന പ്രിപ്പോസിഷൻസിലുള്ളതാണ്. ടേൺ ഓൺ എന്ന് ചേർത്തു. രണ്ട് വാക്കുകൾ ഒട്ടി നിൽക്കില്ലേ? അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫ്രേസ്. ടേൺ ഓഫ് ദ ലൈറ്റ്. എടാ, where did you leave it? Why did you leave it? അപ്പോൾ അവൻ പറയാണ് ഓൺ ദ ടേബിൾ. ഓൺ ദി ടേബിൾ, 3 വാക്കുകൾ. ഓൺ ദി ടേബിൾ. അതിൽ ഒരു വേർഡ് നമ്മൾ പഠിച്ചാണ്, ടേബിൾ നൗണാണ്. ബാക്കി 2 നമ്മൾ പഠിച്ചില്ല. അത് 3 കൂടെ ചേർത്ത് അവൻ പറഞ്ഞു ഓൺ ദ ടേബിൾ. നമുക്കൊരർത്ഥവും കിട്ടി അല്ലേ? ഓൺ ദ ടേബിൾ. എടാ, പൈസ എവിടെ കൊണ്ട് വെച്ചോളേ? ഇൻ ദ ഷെൽഫ് അല്ലെങ്കിൽ ഇൻ ദ ഡ്രോയർ. ഇൻ ദ ഡ്രോയർ. അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. ടേൺ ഓഫ് ദ ലൈറ്റ്. ആ വിളക്കൊന്ന് അണച്ചേക്ക്. ഓ, ലുക്ക് അറ്റ് ഹിം, he has put on a new shirt. Put on, ധരിക്കുക. Put out the fire. Put out. പുട്ടും ഔട്ടും കൂടെ രണ്ടും കൂടെ ഒട്ടിച്ചെടുക്കുമ്പോൾ കിട്ടുന്നത് അതൊരു ഫ്രേസായി. അതിൻ്റെ അർത്ഥം എന്താ പറയുക? അണയ്ക്കുക എന്നാണ്, അല്ലെങ്കിൽ കെടുത്തുക എന്നാണ്. പുട്ട് ഔട്ട് ദ ഫയർ, ആ തീ അണയ്ക്കുക. അങ്ങനെ ഒന്നിലേറെ വാക്ക് എവിടെ കിട്ടിയത് നമുക്ക്? ഓൺ ദ ടേബിൾ, ഇൻ ദ ഡ്രോയർ, ഇൻ ദ സ്കൈ, ഓൺ ദ ബീച്ച്, അറ്റ് ദ എയർപോർട്ട്, പുട്ട് ഓൺ, ടേൺ ഓഫ്, പുട്ട് ഔട്ട്. ഇതിനെയൊക്കെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫ്രേസ്. അപ്പോൾ ഫ്രേസ് എന്ന് മനസ്സിലായില്ലേ? ചെറിയൊരു ചിത്രം കിട്ടിയില്ലേ? അടുത്ത് നമുക്ക് പോകേണ്ടത് ക്ലോസ് എന്നാണ്. ക്ലോസ് എന്താ? CLASS ക്ലാസ് അല്ല, CLAUSE ക്ലോസ്. എന്താണ് ഈ ക്ലോസ് എന്ന് പറഞ്ഞത്? നിങ്ങളുടെയൊക്കെ വീട്ടിലെ പറമ്പിൽ മാവുണ്ട് അല്ലേ? മാവെങ്കിലുമൊക്കെ കാണും. ഒരാൾ പറയും, സാറേ എൻ്റെ നമ്മുടെ അവിടെയാണെങ്കിൽ മാവില്ല സാറേ, പ്ലാവുണ്ടാടേ. ഒരു ചെറിയ പ്ലാവ് മതി. ഒരു പ്ലാവുണ്ടെങ്കിൽ അതും മതി. ഈ പ്ലാവിൽ നമ്മൾ എത്ര പഴക്കമൊക്കെ ചെന്ന പ്ലാവാണെങ്കിൽ അതിൽ നമ്മൾ നോക്കിയാൽ ഇത്തിൾ പിടിച്ചിരിക്കും. ഇത്തിളെന്ന് പറഞ്ഞാൽ മനസ്സിലായ? ആ ചെടി, ആ പ്ലാവിനെ നശിപ്പിക്കുന്ന ചില കൊമ്പുകൾ, ശാഖകളിലൊക്കെ വന്ന് ഈത്തിൾ പറ്റിയിട്ട് ആ ശാഖയിലുള്ള ഫുഡ്, നല്ല കുക്ക് ചെയ്ത് വരുന്ന, പാചകം ചെയ്ത് വരുന്ന ഫുഡ് ഇവൻ പിടിച്ചെടുത്ത് തിന്ന് അവസാനം കമ്പ്, ആ ശാഖ ഉണങ്ങി ദ്രവിച്ച് ഇങ്ങനെ വീഴുന്ന കാണാൻ കഴിയും. കണ്ടിട്ടില്ലേ? അങ്ങനെ മാവിനും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഈത്തിളൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ ഏതെങ്കിലും സമയത്ത് ആരെങ്കിലുമൊക്കെ കയറ്റി ആ ഈത്തിൾ എടുത്ത് കളയുന്ന കാരണം ഇതാണ്, അല്ലെങ്കിൽ ആ മാവ് പോകും. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ മാവും ഇത്തിള് കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മ കാണും. ഇത്തിളിന് വേരുണ്ട്, ഇത്തിളിനൊരു ചെറിയ തായ്തടി പോലുണ്ട്, തണ്ടുണ്ട്, അതിന് കുറേ ശാഖകളുണ്ട്. തടിയായിട്ടില്ല എങ്കിലും ഒരു തണ്ടുണ്ട്, അതിന് കുറേ ശാഖകൾ കാണും. ആ ശാഖയ്ക്ക് ഉപശാഖ കാണും, അതിൽ കുറേ ഇലകൾ. ചില സമയങ്ങളിൽ അത് പൂക്കും, ചിലപ്പോൾ അതിൽ കായും കാണും. കണ്ടിട്ടുണ്ടായിരിക്കണം. അത് നമ്മൾ വിളിക്കുന്ന ഇത്തിളെന്നാണ്. ഇത് ഏതിലാ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന? മാവിൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്നതാണ്. പക്ഷെ മാവ് പോലെ എല്ലാം ഉണ്ട്. മാവിനും വേരുണ്ട്, തണ്ടുണ്ട്, ശാഖകളുണ്ട്, ഇലകളുണ്ട്, പൂക്കും, കായ്ക്കും. ഈ ഇത്തിളിനും ഈ പാരസൈറ്റ് എന്നാണ് ഞാൻ വിളിക്കുന്നത്. പാരസൈറ്റ്. ഈ പാരസൈറ്റിന് എന്തുണ്ട്? ഈ പ്രത്യേകത എല്ലാം ഉണ്ട്. പക്ഷെ ഒരു കുഴപ്പം, ഈ പാരസൈറ്റിന് മാവിൽ ഒട്ടി നിൽക്കാനേ പറ്റൂ. മാവും ഇത്തിളും കൂടെ വേർപെടുത്തി കഴിഞ്ഞാൽ ഇത്തിള് കരിഞ്ഞു പോകും, മാവ് രക്ഷപ്പെടും. ശരിയല്ലേ? അതുപോലെ ഒരു സെൻറ്റൻസിൻ്റെ കൂടെ ഒട്ടി നിൽക്കുന്ന ചില സെൻറ്റൻസുകളുണ്ട്, പാരസൈറ്റുകൾ. നമ്മൾ നേരത്തെ കണ്ട ഇത്തിളുകൾ. അപ്പോൾ ഒരു സെൻറ്റൻസ് അതിന് സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയും, അതിൻ്റെ കൂടെ ഇവൻ ഒട്ടിയേ നിൽക്കാൻ പറ്റൂ, വേർപെടുത്തി ഇവൻ്റെ കാര്യം പോകാൻ. അത്തരം പകുതികളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ക്ലോസ്. പക്ഷെ വെറും ക്ലോസ് എന്നല്ല വിളിക്കുന്നത്, അത്തരം പകുതികളെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വിളിക്കും. കാരണം ഈ സ്വന്തമായിട്ട് നിൽക്കുന്ന മാവില്ലേ, സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയുന്ന സെൻറ്റൻസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പ്രിൻസിപ്പൽ ക്ലോസ് എന്നാണ്. അപ്പോൾ അതിനൊരു പേരിട്ട് കൊടുക്കും, ക്ലോസ് എന്ന്, പ്രിൻസിപ്പൽ ക്ലോസ്. ഈ ഒട്ടി നിൽക്കുന്നവരെ എന്തെന്ന് വിളിക്കുക? സബോർഡിനേറ്റ് ക്ലോസ്. അപ്പോൾ ക്ലോസ് എപ്പോഴും ക്ലോസ് എന്ന് പറയുമ്പോൾ ഒരു സബോർഡിനേറ്റ് ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് കേട്ട് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഈ സബോർഡിനേറ്റ് ക്ലാസ് എന്ന്. വി ഷൽ ഗോ ഫോർ എ മൂവി.
ഓ സന്തോഷമായി, സാറ് നമ്മളെ സിനിമയ്ക്ക് കൊണ്ടുപോവുകയാണ്, സാറ് നമ്മളെ സിനിമയ്ക്ക് കൊണ്ടുപോകണം, അതെ ഇന്ന് നിങ്ങളെ സിനിമയ്ക്ക്, ഇന്ന് നമ്മളൊരു സിനിമയ്ക്ക് പോകും. ബാക്കിയോടെ കേൾക്കുന്ന വി ഷൽ ഗോ ഫോർ എ മൂവി ഇഫ് ഐ ഗെറ്റ് സാലറി. ഇന്ന് ശമ്പളം കിട്ടുകയാണെങ്കിൽ നമ്മളൊരു സിനിമയ്ക്ക് പോകും. ഇനി ആ സെൻറ്റൻസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വി ഷാൽ ഗോ ഫോർ എ മൂവി. വി ഷൽ ഗോ ഫോർ എ മൂവി, ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം. പൂർണ്ണാർത്ഥം, കംപ്ലീറ്റ് സെൻസ് കിട്ടുന്ന ഒരു കൂട്ടം വാക്കുകളെ നമ്മൾ എന്ന് വിളിക്കുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. വി ഷൽ ഗോ ഫോർ എ മൂവി. ആർക്കെങ്കിലും തർക്കമുണ്ടോ? ആശയം പൂർണ്ണമല്ലെന്ന്. നമ്മൾ ഇന്നൊരു സിനിമയ്ക്ക് പോകും, പൂർണ്ണാർത്ഥം. അതിൽ ഒട്ടി നിൽക്കുന്ന പകുതി നോക്കാം. ഇഫ് ഐ ഗെറ്റ് സാലറി, എനിക്ക് ശമ്പളം കിട്ടുകയാണെങ്കിൽ, എനിക്ക് ശമ്പളം കിട്ടുകയാണെങ്കിൽ എന്ന് എഴുതി വെച്ചിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുത്താൽ ചോദിക്കും, നിങ്ങളാണ് ഈ കുട്ടികളെയൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്? കഷ്ടം തന്നെ സാറേ, അത് അപൂർണമല്ലേ, അതൊരു സെൻറ്റൻസ് എന്ന് വിളിക്കാമോ അതിനെ? അതൊരു ക്ലോസ് അല്ലേ? ആ എന്ത് ഞാൻ പറഞ്ഞത്? ഇഫ് ഐ ഗെറ്റ് സാലറി, ഇഫ് ഐ ഗെറ്റ് മൈ സാലറി, എനിക്ക് എൻ്റെ ശമ്പളം കിട്ടുകയാണെങ്കിൽ. ഇനി അത് നമുക്ക് നോക്കാം. ഇഫിനെ അങ്ങ് മാറ്റാം. ഐ സബ്ജക്റ്റ്, ഗെറ്റ് വെർബ്, എന്ത്? എൻ്റെ സാലറി. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ് എല്ലാം ഒരു സെൻറ്റൻസിൻ്റെ എല്ലാ പ്രത്യേകതയുണ്ട്. പക്ഷേ സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയില്ല. ഏതുപോലെ? നമ്മൾ നേരത്തെ കണ്ട ഇത്തിള് പോലെ. ഗോട്ട് ഇറ്റ്? മനസ്സിലായ? അങ്ങനെയുള്ള ആ ഒട്ടി നിൽക്കുന്ന പകുതികളെ എന്തെന്ന് വിളിക്കുന്ന ക്ലോസ്. ഇനി സെൻറ്റൻസ്, അതെല്ലാവർക്കും അറിയാവുന്ന. അപ്പോൾ വാക്കുകളെ, ഫ്രേസുകളെ, ക്ലോസുകളെ, സെൻറ്റൻസുകളെ, ഇവയെ എന്ത് ചെയ്യുന്നതിന്? ഇവയെ ബന്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന കണ്ണികൾ. ആ കണ്ണികളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? റിലേറ്റീവ് പ്രൊനൗൺസ് എന്ന് വിളിക്കുന്നത്. ഇവരെ റിലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രൊനൗൺ. റിലേറ്റ് ചെയ്യുക, ബന്ധിപ്പിക്കുക. അപ്പോൾ ഇവരെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രൊനൗൺസ്. ഗോട്ട് ഇറ്റ്? എല്ലാവർക്കും കിട്ടിയില്ലേ? ഇനി നമുക്ക് ഈ റിലേറ്റീവ് പ്രൊനൗൺസ് ഏതൊക്കെയാണെന്ന് വെറുതെ നോക്കാം. ഹൂ, ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ പറയണ്ടേ? ഹൂ അതൊരു റിലേറ്റീവ് പ്രൊനൗണാണ്. ഹും മറ്റൊരു റിലേറ്റീവ് പ്രൊനൗണാണ്. ഹൂസ് മൂന്നാമത്തെ റിലേറ്റീവ് പ്രൊനൗണാണ്. രണ്ടുപേരുടെ മതി. ദാറ്റ്, വിച്ച്. നമുക്ക് ഒരാളെ കൂടെ വേണ്ടി വരും. വോട്ട്, ചില സന്ദർഭങ്ങളിൽ വോട്ടിനെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കും? റിലേറ്റീവ് പ്രൊനൗണായിട്ട്. തൽക്കാലം മാറ്റി നിർത്തിയേക്കാം. ഇപ്പം നമുക്ക് ഈ 5 പേര് മതി. ആരൊക്കെയാണ്? ഹൂ ഉണ്ട്, ഹും ഉണ്ട്, ഹൂസ് ഉണ്ട്. അടുത്ത എന്താ പറയുന്നത്? ദാറ്റ് ഉണ്ട്, വിച്ച് ഉണ്ട്. വളരെ അപൂർവ സന്ദർഭങ്ങളിൽ മാത്രം നമ്മൾ ഏതിനെ ഉപയോഗിക്കും? വോട്ടിനെ ഉപയോഗിക്കും എന്ന് പറയും. അപ്പോൾ ഈ 5 പേര് മതി. ഏത്? റിലേറ്റ്. ഇവരെ ഉപയോഗിച്ചാണ് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്. നമുക്ക് സെൻറ്റൻസുകളൊക്കെ എടുത്ത് നോക്കാം. ഇവരെ ഉപയോഗിച്ച് ഏതെങ്കിലും രീതിയിലൊക്കെ റിലേഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. രാജു won a trophy അല്ലെങ്കിൽ got a trophy. രാജു got a trophy. ഒരു സെൻറ്റൻസ് കിട്ടി. രാജു got a trophy. പൂർണ്ണാർത്ഥം ഉണ്ടല്ലേ? രാജു got a trophy എന്ന് പറഞ്ഞാൽ പൂർണ്ണാർത്ഥം ഉണ്ട്. നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട് വരുന്നത്. He is my best friend. രണ്ടാമത്തെ സെൻറ്റൻസ്. He is my best friend. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് എന്താ? രാജു got a trophy അല്ലെങ്കിൽ got an award. He is my best friend. ഞാൻ ഈ 2 സെൻറ്റൻസുകളെയും കൂടെ ഒന്ന് ഒട്ടിച്ച് ഒരു സെൻറ്റൻസ് ആക്കാൻ പോവുകയാണേ. രാജു, ഇനി രണ്ടാമത്തെ പകുതി ഞാൻ എടുത്ത് ഇതിൻ്റെ ഇടയിൽ കയറ്റാൻ പോവുകയാണ്. ഹീ ഈസ് മൈ ഫ്രണ്ട് ഒന്നുമില്ലേ? ഹീ മാറ്റിയിട്ട് ഞാൻ ഹൂ ഫിറ്റ് ചെയ്ത്. രാജു ഹൂ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഗോട്ട് എൻ അവാർഡ് അല്ലെങ്കിൽ റിസീവ്ഡ് എൻ അവാർഡ്. രാജു റിസീവ്ഡ് എൻ അവാർഡ്. രണ്ടാമത്തെ സെൻറ്റൻസ് ഹീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. 2 സെൻറ്റൻസുകൾ. അതിനെ ഞാൻ ഹൂ, ഈ ഏതെങ്കിലും ഒരു റിലേറ്റീവ് വേർഡ്, എനിക്കിവിടെ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളത് ഹൂ ആണ്. മനുഷ്യർക്ക് പകരം നിൽക്കുന്ന ഒരു റിലേറ്റീവ് വേർഡാണ് ഹൂ. മനുഷ്യരാണെങ്കിൽ പകരം നമ്മളെപ്പോഴും ഹൂ എടുക്കാനാണ് താല്പര്യം കാണിക്കുന്നത്. അപ്പോൾ സെൻറ്റൻസ് ഇതായിരുന്നു. രാജു വൺ എ ട്രോഫി. ഹീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ ആ ഹീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളത് ഹീ മാറ്റി ഹൂ ചേർത്തു. അപ്പോൾ ഹൂ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം? ഈ രാജു റിസീവ്ഡ് എന്നില്ലേ വെർബും, അതിനിടയിൽ ഇവനെ കൊണ്ടങ്ങ് പ്രതിഷ്ഠിച്ച് രാജു ഹൂ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് റിസീവ്ഡ് ആൻ അവാർഡ് അല്ലെങ്കിൽ റിസീവ്ഡ് എ ട്രോഫി. എന്ത് ചെയ്ത്?
2 സെൻറ്റൻസുകൾ ഞാൻ എന്ത് ചെയ്ത് ഹൂ എന്ന വേർഡ് ചേർത്ത് ഒട്ടിച്ചെടുത്ത്. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൻറ്റൻസുകളെ, ക്ലോസുകളെ എന്ത് ചേർത്ത് ഒട്ടിച്ചെടുക്കാം? ഇപ്പോൾ മറ്റൊരു സെൻറ്റൻസ് എടുക്കണേ. ഷീ ടോൾഡ് മീ. ഷീ ടോൾഡ് മീ. ഷീ കുഡ് നോട്ട് കം. ഞാൻ ഒട്ടിക്കുകയാണ് അതിനെ. ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ കുഡ് നോട്ട് കം. ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ കുഡ് നോട്ട് കം. ആ 2 സെൻറ്റൻസുകൾ ദാറ്റ് ചേർത്ത് ഞാൻ ഒട്ടിച്ചു. മറ്റൊരു സെൻറ്റൻസിലേക്ക് പോവാം. ദിസ് ഈസ് ദ ബുക്ക്. ഇപ്പം ബുക്കിന് പകരമാണ് ഇനി എനിക്കൊരു വേർഡ് ചേർക്കേണ്ടത്. ജീവനില്ലാത്തതാണ്. ജീവനില്ലാത്തതിനെല്ലാം പറ്റിയ ഒന്നാണ് വിച്ച്. ജീവനുള്ളതിനും ഇല്ലാത്തതിനും ചേർക്കാവുന്നതാണ് ദാറ്റ്. ജീവനില്ലാത്തതിന് നമുക്ക് ചേർക്കാൻ പറ്റുന്ന വിച്ചാണ്. സോ ദിസ് ഈസ് ദ ബുക്ക് which I read 10 times. This is the book which I read 10 times. So this is the book or sentence I read it 10 times. Adine njan otticheduthu. This is the book which I read 10 times. I do not know. I do not know. അർത്ഥം കിട്ടിയില്ല. I do not know. എനിക്കറിയില്ല. പൂർണ്ണ അർത്ഥമുണ്ട്. I do not know whose house it is. Whose house it is. ആരുടെ വീടാണതെന്ന്. ആരുടെ വീടാണതെന്ന് അത് അപൂർണമാണ്. ഇതിൻ്റെ കൂടെ ഒട്ടിക്കുകയാണ്. I do not know whose house is that. I do not know whose house is that. I do not know whose is that. ഹൂസ് ഹൗസ് പറയുമ്പോൾ വീണ്ടും ഒരു ചെറിയ പ്രശ്നം കിടക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഹൂസ് ഹൗസ് ആരെ ഹൗസ് നൗൺ അല്ലേ? അപ്പോൾ ഹൂസ് ഒരു അഡ്ജക്റ്റീവ് അല്ലേ? അപ്പം ഞാൻ അതിനെ ഒന്ന് മാറ്റിയിട്ട് പറഞ്ഞു, ഐ ഡു നോട്ട് നോ ഹൂസ് ഈസ് ദാറ്റ്. അത് ആരുടേതാണെന്ന് എനിക്കറിയില്ല. മറ്റൊരു സെൻറ്റൻസിലേക്ക് പോകട്ടെ. ഡേയ്, നിന്നെ കാണാനായിട്ട് 3-4 പേരൊക്കെ വന്നിരുന്നല്ലേ? ഓ, 2-3 സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആലോചന വന്ന്. ഇനി അച്ഛനും അമ്മയും കൂടെയൊക്കെ തീരുമാനിക്കാൻ തന്നെ അത് വേണോ അതോ ഇനി വേറെ ഏതെങ്കിലും ഇതിനേക്കാളും ബെറ്റർ അലയൻസ് എല്ലാം കാത്തും. അപ്പോൾ കൂട്ടുകാർ ചോദിക്കുന്നത്, നിനക്കിതിൽ ഏതാടി ഇഷ്ടം? അപ്പോൾ അവൾ പറയുന്നത്, എനിക്ക് അതിൽ ആ 3 പേരിൽ കായംകുളത്തു നിന്ന് വന്ന ഇന്നാരെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഞാൻ ആ സെൻറ്റൻസ് ഇങ്ങനെ ഒന്ന് കൊണ്ടുവരികയാണ്. ഐ പ്രിഫർ ദ വൺ ഫ്രം കായംകുളം. I prefer the one who came from Kayangulam. I prefer the one. He came from Kayangulam. I prefer the one who came from Kayangulam. അവിടെ ഞാൻ ഹൂ ചേർത്താണ് അതിനെ ബന്ധിപ്പിച്ചത്. ഇനി ഈ രണ്ടും വരത്തക്ക രീതിയിൽ ഇപ്പോൾ രണ്ടുമാകാൻ ദാറ്റ് ചേർക്കാൻ കോമൺ ആയിട്ട് നിൽക്കുന്നത് ഒരു സെൻറ്റൻസ് എടുക്കാം. ഇപ്പോൾ വർക്കലയെ കുറിച്ച് പറയണേ. വർക്കല ഈസ് ദ പ്ലേസ് ദാറ്റ് ഈസ് ഫ്രീക്വന്റഡ് ബൈ ടൂറിസ്റ്റ്. Varkala is the place that is frequented by tourists. ടൂറിസ്റ്റുകൾ നിത്യസന്ദർശനം നടത്തുന്ന സ്ഥലങ്ങളിൽ അതാണ് വർക്കല. വർക്കല ഈസ് ദ പ്ലേസ് പൂർണ്ണാക്ഷം തരുന്നു. വിച്ച് ഈസ് ഫ്രീക്വൻറ്റഡ്. ഏതാണോ ടൂറിസ്റ്റുകൾ ഫ്രീക്വൻറ്റ് ചെയ്യുന്നത് എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഒട്ടി നിൽക്കുകയുള്ളൂ. പക്ഷെ അവിടെ സബ്ജക്റ്റും വെർബ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫ്രീക്വൻറ്റഡ് വെർബുണ്ട്, ഓബ്ജക്റ്റിൻ്റെ ഭാഗമുണ്ട്. പക്ഷെ അത് സ്വന്തമായിട്ട് നിൽക്കില്ല, ഇതിൻ്റെ കൂടെ ഒട്ടി നിൽക്കും. യെസ്. ഇനി ഞാൻ ഇതിനകത്തുനിന്ന് രണ്ടൊന്ന് നിങ്ങൾക്ക് റിലേറ്റീവ് പ്രൊനൗൺസിൻ്റെ കുറച്ച് സെൻറ്റൻസ്, കാരണം ഇപ്പോൾ നിങ്ങൾക്ക് തരുമ്പോഴേക്ക് ഇതിനകത്തുനിന്നുള്ളതായിരിക്കുമല്ലോ ഞാൻ തരുന്നത്. അതല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും ചിലപ്പോൾ മാറിപ്പോൾ നമ്മൾ പറയുന്ന സെൻറ്റൻസ് തന്നെ വേണ്ടേ, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ നോക്കുന്നു. ഞാൻ വായിക്കുന്നത് നിങ്ങൾ വെറുതെ ഒന്ന് ശ്രദ്ധയോടെ കേട്ടിരിക്കണം, എങ്കിലേ അത് എനിക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റും. ഞാൻ ഒരു സെൻറ്റൻസ് വായിക്കുകയാണ്. നിങ്ങളാകെ ചെയ്യേണ്ടത് അതിൻ്റെ ഇടയിൽ ഒരു റിലേറ്റീവ് പ്രൊനൗൺ ഫിറ്റ് ചെയ്ത് തരണം. റിലേറ്റീവ് പ്രൊനൗൺസ് എത്ര? ഹൂ ഉണ്ട്, ഹും ഉണ്ട്, ഹൂസ് ഉണ്ട്, ദാറ്റ് ഉണ്ട്, വിച്ച് ഉണ്ട്. ഇതിലൊരെണ്ണം. അതിൽ വിച്ച് നോൺ ലിവിങ്ങുമായിട്ട്, ദാറ്റ് രണ്ടിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇനി ഹൂ ആര്, ഹും ആര്, ഹൂസ് ആരുടെ എന്നുള്ള അർത്ഥം കിട്ടും. സെൻറ്റൻസ് കേൾക്കാം. ദിസ് ഈസ് ദ ബോയ്. ദിസ് ഈസ് ദ ബോയ്. ഒരു ഡാഷ് ഇട്ടിരിക്കുകയാണേ. ഹാസ് സെക്യൂർഡ് ദ ഹയസ്റ്റ് മാർക്സ്. This is the boy dash secured the highest marks. This is the boy. ബോയ്ക്ക് വേറെ എഴുതാം. ഹൂ വേണമെങ്കിൽ ഏതുമാകാം.
ദാറ്റും എഴുതാം. അപ്പം ഞാൻ ആൻസർ വായിക്കട്ടെ. ദിസ് ഈസ് ദ ബോയ് ഹൂ സെക്യൂർഡ് ദ മാക്സിമം മാർക്സ്. അതല്ലെങ്കിൽ ദിസ് ഈസ് ദ ബോയ് ദാറ്റ് സെക്യൂർഡ് ദ മാക്സിമം മാർക്സ്. അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം. ദീസ് ആർ സ്റ്റോറീസ്. ഇപ്പം സ്റ്റോറീസ് ആണ്, ജീവനില്ലാത്തതാണെന്ന് ഉടനെ മനസ്സിലാകാത്തത്. ദീസ് ആർ സ്റ്റോറീസ് ഡാഷ് ചിൽഡ്രൻ വിൽ ലൈക്ക് ടു റീഡ്. ഡാഷ് ചിൽഡ്രൻ വിൽ ലൈക്ക് ടു റീഡ്. അപ്പം നമ്മളോട് റിലേറ്റീവ് പ്രൊനൗൺ ചേർക്കണം. ഏതിന് പകരം? ബുക്സിന് പകരം. അപ്പം വിച്ച് എഴുതാം. ഏറ്റവും കൂടുതൽ സ്വീകാര്യമായിട്ടുള്ളത് വിച്ചാണ്. പിന്നെ വേണമെങ്കിൽ എന്തുകൂടെ ചേർക്കാം? ദാറ്റ് വേണമെങ്കിൽ ആകാം. സോ ദീസ് ആർ ദ സ്റ്റോറീസ് വിച്ച് ചിൽഡ്രൻ വിൽ ലൈക്ക് ടു റീഡ്. പോകാം അടുത്ത സെൻറ്റൻസിലേക്ക്. ഈ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കിട്ടും. ഡോണ്ട് ട്രസ്റ്റ് ഓൾ ദ ഫ്രണ്ട്സ്. എല്ലാ സുഹൃത്തുക്കളെയും വിശ്വസിക്കരുത്. ഡോണ്ട് ട്രസ്റ്റ് ഓൾ ദ ഫ്രണ്ട്സ് ഡാഷ് യു ഹാവ്. ഓൾ ദ ഫ്രണ്ട്സ് ഡാഷ് യു ഹാവ്. ഫ്രണ്ട്സ് ആണ് അവിടെ ഏതൊരു ഫ്രണ്ട്സ് whom you have ആണോ അതിനേക്കാളും കുറേ കൂടി ശരിയായിട്ട് നിൽക്കുക ദാറ്റ് യു ഹാവ് ആണോ അവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് നിൽക്കുന്ന ദാറ്റ് ആണ്. സോ ഡോണ്ട് ട്രസ്റ്റ് യുവർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഡോണ്ട് ട്രസ്റ്റ് ഓൾ ദ ഫ്രണ്ട്സ് ദാറ്റ് യു ഹാവ്. ദാറ്റ് യു ഹാവ് അതാണ് അവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അടുത്തൊന്ന് ആലോചിച്ച് പറയണം. ആലോചിക്കാനൊന്നുമില്ല, നിങ്ങളിപ്പോൾ പറയും. ദിസ് ഈസ് ദ മാൻ ഡാഷ് പിക്ട് മൈ പോക്കറ്റ്. ഇവനാണ് എൻ്റെ പോക്കറ്റ് അടിച്ചത്. ദിസ് ഈസ് ദ മാൻ. മാൻ്റെ പകരം എന്തെടുക്കാം? ദിസ് ഈസ് ദ മാൻ ഹൂ. This is the man who picked my pocket. അടുത്ത സെൻറ്റൻസ്. ദിസ് ഈസ് ദ കോൺ. ഇതാണ് കോൺ, CORN, ധാന്യം. ദാറ്റ് ലേ ഇൻ ദ ഹൗസ്. ദിസ് ഈസ് ദ കോൺ ദാറ്റ് ലേ ഇൻ ദ ഹൗസ് ഡാഷ് ജാക്ക് ബിൽറ്റ്. ദിസ് ഈസ് ദ കോൺ ദാറ്റ് ലേ ഇൻ ദ ഹൗസ്. ഹൗസിന് പകരമായിട്ട് നമുക്ക് ദാറ്റ് കൊടുക്കാം അല്ലെങ്കിൽ വിച്ച് കൊടുക്കാം. ദാറ്റ് ജാക്ക് ബിൽറ്റ് അതല്ലെങ്കിൽ വിച്ച് ജാക്ക് ബിൽറ്റ്. അടുത്ത സെൻറ്റൻസ്. ദ ആൻസർ ഡാഷ്. ആൻസറിന് പകരമാണ് ആ വേർഡ് നിൽക്കേണ്ടത്. ഹൂ ആണോ ഹും ആണോ ഹൂസ് ആണോ വിച്ച് ആണോ ദാറ്റ് ആണോ നിങ്ങൾ തീരുമാനിക്കുന്നു. ദ ആൻസർ ഡാഷ് യു ഗേവ് ഈസ് റൈറ്റ്. ദ ആൻസർ ഡാഷ് യു ഗേവ്. ദ ആൻസർ ആൻസർ ആണ്, ജീവനില്ലാത്തതാണ്. ദ ആൻസർ വിച്ച് യു ഗേവ് ഈസ് റൈറ്റ്. ഗോട്ട് ഇറ്റ്? ദ ആൻസർ വിച്ച് യു ഗേവ് വേണമെങ്കിൽ ഏതും ചേർക്കാം. ദ ആൻസർ ദാറ്റ് യു ഗേവ്. ഓക്കെ. അടുത്ത സെൻറ്റൻസ്. ഹി ഈസ് ദ മോസ്റ്റ് എലക്വന്റ് സ്പീക്കർ. ഏറ്റവും വാചാലനായ പ്രാസംഗികനാണ്, വാഗ്മിയാണ്. ഡാഷ് ഐ ഹാവ് എവർ ഹേർഡ്. ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും. ദിസ് ഈസ് ദ മോസ്റ്റ് എലക്വന്റ് സ്പീക്കർ. സ്പീക്കർ ഒരു മനുഷ്യനാണ്. അപ്പോൾ അതിന് പകരം നിൽക്കുന്നത് ദിസ് ഈസ് ദ മോസ്റ്റ് എലക്വന്റ് സ്പീക്കർ ഡാഷ് ഐ ഹാവ് എവർ ഹേർഡ്. ഒന്നുകിൽ നമ്മൾ പറയണം ആരെക്കുറിച്ചാണോ ഞാൻ കേട്ടുള്ളത്, ഹും ഐ ഹാവ് എവർ ഹേർഡ്. ഹും ഐ ഹാവ് എവർ ഹേർഡ്. പക്ഷെ അതിനേക്കാളും നിങ്ങൾക്ക് എളുപ്പം ദാറ്റ് ഐ ഹാവ് എവർ ഹേർഡ്. ദാറ്റ് ആണെങ്കിൽ പിന്നെ വേറൊരു ഫോമിലേക്ക് പോകണ്ട, ഹുമ്മിലേക്ക് പോകേണ്ടി വരും ചില സന്ദർഭങ്ങളിൽ. ഇതാകുമ്പോൾ ദാറ്റ് ആണെങ്കിൽ ആ പ്രശ്നമില്ല. സോ ദിസ് ഈസ് ദ മോസ്റ്റ് എലക്വന്റ് സ്പീക്കർ ഹും ഐ ഹാവ് എവർ ഹേർഡ് ഓർ ദാറ്റ് ഐ ഹാവ് എവർ ഹേർഡ്. അടുത്ത സെൻറ്റൻസ്. അടുത്ത് നമ്മൾ ഇന്ന് കണ്ടതിൽ വേറൊരു റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്ന കുറച്ച് സെൻറ്റൻസുകൾ. അവിടെ ഒരു ബ്ലാങ്ക് ഇട്ട് തരും, അവിടെ നിങ്ങൾ ഫില്ല് ചെയ്യണം. ഓക്കെ. ദിസ് ഈസ് ദ എലിഫൻറ്റ്. ദിസ് ഈസ് ദ എലിഫൻറ്റ്. ശരിക്കും ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇവിടെയൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള റിലേറ്റീവ് പ്രൊനൗൺ ഇതിനോടൊക്കെ ചേർക്കേണ്ടി വരുമെന്നുള്ളത് നമ്മൾ അറിയണം. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇന്നതല്ലേ അവിടെ നമുക്ക് ഹൂസ് എന്നൊക്കെ പറഞ്ഞാൽ ആരുടെയെന്നല്ലേ, അതൊക്കെ ഇവിടെ ചേർക്കാമോ, മനുഷ്യരുടെയൊക്കെ കാര്യത്തിലല്ലേ എന്ന നമ്മളെ സംശയങ്ങളൊക്കെ ഉണ്ട്. അതിന് ഒരു നിവാരണം എന്ന നിലയിലാണ് ഞാനിപ്പോൾ ഈ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വായിച്ചു തരുന്നത്. ദിസ് ഈസ് ദ എലിഫൻറ്റ്. ഇതാണ് ആന ഡാഷ് വൺ ഐ ഈസ് ബ്ലൈൻഡ്. ദിസ് ഈസ് ദ എലിഫൻറ്റ് ഡാഷ് വൺ ഐ ഈസ് ബ്ലൈൻഡ്. നമ്മളവിടെ ആൻസർ എങ്ങനെ പറയണമെന്ന് പറയാം. ദിസ് ഈസ് ദ എലിഫൻറ്റ് ഹൂസ് വൺ ഐ ഈസ് ബ്ലൈൻഡ്. അവിടെ ഹൂ ഉണ്ടായി നിൽക്കില്ല, ഹൂം ഉണ്ടായി നിൽക്കില്ല, ദാറ്റ് ഉണ്ടായി നിൽക്കില്ല, ഇത് മാത്രമേ നിൽക്കൂ. ദിസ് ഈസ് ദ എലിഫൻറ്റ് ഹൂസ് വൺ ഐ ഈസ് ബ്ലൈൻഡ്. അവിടെ നമ്മൾ ആ ഹൂസ് ചേർത്തത് കണ്ട. നമ്മൾ മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമല്ല. ഓക്കെ. അടുത്തത്. വാച്ച് ദ സൺ. വാച്ച് ദ സൺ. സൂര്യനെ നോക്കി എന്നാണ് പറയുന്നത്. ഇനി സൂര്യന് പകരം നമ്മൾ ചേർക്കാൻ പോകുന്ന ഏതാണെന്ന് നോക്കാം. വാച്ച് ദ സൺ ഡാഷ് ലൈറ്റ് ഈസ് ഗോൾഡൻ നൗ. വാച്ച് ദ സൺ ഡാഷ് ലൈറ്റ് ഈസ് ഗോൾഡൻ നൗ. നോക്കി, ഇപ്പോഴും സ്വർണ്ണ നിറമായി മാറിയിരിക്കുന്ന വാച്ച് ദ സൺ ഹൂസ്. വാച്ച് ദ സൺ ഹൂസ് ലൈറ്റ് ഈസ് ഗോൾഡൻ നൗ.
So this is the elephant whose one eye is blind. രണ്ടാമത് കിട്ടിയത് watch the sun സൂര്യനാണ്, പക്ഷെ അതിന് പകരം whose light is golden now. ജപ്പാൻ ഈസ് എ കൺട്രി, ഒരു രാജ്യമാണ്. രാജ്യത്തിന് പകരം നമ്മൾ വിച്ച് ദാറ്റ് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചാണ്, പക്ഷെ ഇവിടെ നമുക്ക് സെന്റൻസ് വായിച്ചു നോക്കാം. ജപ്പാൻ ഈസ് എ കൺട്രി ദാറ്റ് സിറ്റിസൺസ്, വിച്ച് സിറ്റിസൺസ്, ദാറ്റ് സിറ്റിസൺസ് ഒന്നും പറ്റില്ല, ആ രാജ്യത്തെ ജനങ്ങൾ എന്നാണ്. ഹൂസ് സിറ്റിസൺസ് ആർ വെരി ഹാർഡ് വർക്കിംഗ്. ജപ്പാൻ ഈസ് എ കൺട്രി ഹൂസ് സിറ്റിസൺസ്, അവിടെ നമ്മൾ ഉപയോഗിച്ച റിലേറ്റീവ് പ്രൊനൗൺ ഹൂസ് ആയിരുന്നു. അപ്പോൾ ഈ എലിഫൻറ്റിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ കണ്ട്. അത് അടുത്തത് നമ്മൾ വാച്ച് ദ സൺ ഹൂസ് ലൈറ്റ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. അടുത്ത മൂന്നാമത്തത് ജപ്പാൻ ഈസ് എ കൺട്രി ഹൂസ് സിറ്റിസൺസ്. 4 ദ ഗംഗ എന്ന് ഉദ്ദേശിക്കുന്ന ഗാൻജസ്, നമ്മൾ ഗംഗാ നദി. ദ ഗംഗ ഈസ് എ റിവർ ഡാഷ് വാട്ടർ ഈസ്, അങ്ങനെ പോവുകയാണ്. ഡാഷ് വാട്ടർ ഹൂസ് വാട്ടർ ഈസ്, ദ ഗംഗ ഈസ് എ റിവർ ഹൂസ് വാട്ടർ ഈസ് കൺസിഡേർഡ് സീക്രട്ട്, അല്ലെങ്കിൽ ഹൂസ് വാട്ടർ ഈസ് കൺസിഡേർഡ് ഹോളി. അടുത്തത് മാരി ഹാഡ് എ ലിറ്റിൽ ലാംപ്, കേട്ടിട്ടുണ്ട്. മാരി ഹാഡ് എ ലിറ്റിൽ ലാംപ് ഡാഷ് ഫ്ലീസ് വാസ് വൈറ്റ് ആസ് സ്നോ. ഡാഷ് ഫ്ലീസ്, ഹൂസ് ഫ്ലീസ് വാസ് വൈറ്റ് ആസ് സ്നോ, അതിൻ്റെ രോമങ്ങൾ എന്തായിരുന്നു? മഞ്ഞ് പോലെ വെളുത്തതായിരുന്നു. ഹൂസ് ഫ്ലീസ് വാസ് വൈറ്റ് ആസ് സ്നോ. അടുത്തത്, അപ്പം ഞാൻ ഹൂസിന് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു. അടുത്ത വിച്ചിലേക്കൊന്ന് പോയി നോക്കാം. ഗീതാഞ്ജലി രവീന്ദ്രനാഥ് ടാഗോറിന് എന്ത് നേടിക്കൊടുത്ത, നൊബേൽ സമ്മാനം നേടിക്കൊടുത്ത പുസ്തകത്തിൻ്റെ പേരാണ്. രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ നോബൽ സമ്മാന ജേതാവ് ഇന്ത്യയിലെ അല്ല, ഏഷ്യയിലെ ആദ്യത്തെ നോബൽ സമ്മാന ജേതാവ് സാഹിത്യത്തിനുള്ള രവീന്ദ്രനാഥ് ടാഗോർ. നിങ്ങളെപ്പോലെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ ടാഗോർ. പഠിക്കാനുള്ളതൊക്കെ ആയിരുന്നു. സ്കൂളിലൊക്കെ പോകാമെന്ന് പറഞ്ഞ വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു. ടാഗോറിൻ്റെയൊക്കെ മാതാപിതാക്കൾ വലിയ ആഗ്രഹിച്ചായിരുന്നു ടാഗോറിന് ഒരു ഡിഗ്രിയൊക്കെ എടുപ്പിക്കണം. ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലേ, ഈ റെസ്പെക്റ്റബിലിറ്റിയുടെ ഒരു മുദ്ര നിൻ്റെ നെറ്റിയിൽ അണിയിക്കും, ചാർത്തി തരുമെന്നൊക്കെ പറഞ്ഞു. ടാഗോർ പറഞ്ഞു എനിക്ക് വേണ്ട. ടാഗോർ പോയത് എവിടേക്കാണെന്നറിയാമോ? ഗംഗാ നദിയുടെ തീരത്ത്. ആ ഏകാന്തതയായിരുന്നു ടാഗോറിൻ്റെ ലോകം. അവിടെ ഇരുന്നു കൊണ്ട് ടാഗോർ ഇതാ ചെയ്തത്. അവിടെ ഇരുന്നു കൊണ്ട് ഹീ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് പോയംസ്, സ്റ്റോറീസ് ആൻഡ് ഡ്രാമ ആൻഡ് ഓൺ ആക്ട് പ്ലേസ്, ഏകാംഗ നാടകങ്ങളും കഥകളും കവിതകളും ഏകാംഗ നാടകങ്ങളും ഒക്കെ എഴുതി അങ്ങനെ ഒരു ലോകത്ത് ജീവിച്ച് അതിലൂടെ സായുജ്യമടഞ്ഞവനാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടാഗോറിന് ഒരു ഉൾവിളി പോലെ ഇങ്ങനെ വരുന്നത്. മകനെ, നീ ഇങ്ങനെ ഇവിടെ ഇരിക്കേണ്ടവനല്ല, നീ പോയി അവരെ ഒന്ന് രക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. ഒരു പറ്റം കുട്ടികളെ. അങ്ങനെ ടാഗോർ തുടങ്ങിയതാണ് ശാന്തി നികേതൻ. കാരണം ടാഗോർ പറയുന്ന വാക്കുകൾ എന്താണെന്നറിയാം? ക്ലാസ് റൂംസ് ആർ ഡാർക്ക് ഡൺജിയൻസ് എന്നാണ്, കാരാഗ്രഹങ്ങൾ എന്നാണ് ടാഗോർ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ടാഗോറിൻ്റെ മനസ്സങ്ങനെ പറഞ്ഞത്, കുറച്ച് കുട്ടികളെയെങ്കിലും കലാലയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തു. അങ്ങനെ ടാഗോർ എന്ത് ചെയ്യുന്ന, വൃക്ഷച്ചുവട്ട് അവരെ കൊണ്ടുപോകുന്നു. അത് പിൽക്കാലത്ത് ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥാപനമായി മാറുന്ന ഒരു സർവകലാശാലയായി മാറുന്ന ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക്. ആ ടാഗോറിന് എന്ത് നേടിക്കൊടുത്ത, നൊബേൽ സമ്മാനം നേടിക്കൊടുത്ത കൃതിയുടെ പേരാണ് ഗീതാഞ്ജലി. ഇനി നമുക്ക് നോക്കാം ഈ വിച്ച് എങ്ങനെയാണ് അവിടെ ചേർക്കാൻ പറ്റുന്നതെന്ന്. ഗീതാഞ്ജലി വാസ് ദ ബുക്ക്, ആ ബുക്കിന് പകരമാണ് ഇനി നമ്മൾ ചേർക്കേണ്ടത്. സോ ഗീതാഞ്ജലി വാസ് ദ ബുക്ക് ഡാഷ് വൺ ദ നൊബേൽ പ്രൈസ്, വിച്ച് വൺ ദ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. ഗീതാഞ്ജലി വാസ് ദ ബുക്ക് ഡാഷ് വൺ, വിച്ച് വൺ വേണമെങ്കിൽ നമുക്ക് ഏതും ചേർക്കാം, ദാറ്റ് വൺ അതും ചേർക്കാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് എൻ അച്ചീവ്മെന്റ്, ഇതൊരു വലിയ നേട്ടം അല്ലെങ്കിൽ ഒരു നേട്ടമാണ്. ദിസ് ഈസ് എൻ അച്ചീവ്മെന്റ് ഓഫ് ഡാഷ് ഐ ആം പ്രൗഡ് ഓഫ്. ദിസ് ഈസ് എൻ അച്ചീവ്മെന്റ് ഓഫ് ഡാഷ് ഐ ആം പ്രൗഡ് ഓഫ്, ഡാഷ് ഐ ആം പ്രൗഡ് ഓഫ് വിച്ച് ഐ ആം പ്രൗഡ്, ഓഫ് വിച്ച് ഐ ആം പ്രൗഡ്. അപ്പം ചിലപ്പോൾ ഈ വിച്ച് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ ഒരു പ്രിപ്പോസിഷനോടൊപ്പം ഒക്കെ നിന്നുകളെ ഇവിടെ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്, ഓഫ് വിച്ച് ഐ ആം പ്രൗഡ്.
അല്ലെങ്കിൽ തിരിച്ചു പറയണം ദിസ് ഈസ് എൻ അച്ചീവ്മെന്റ് വിച്ച് ഐ ആം പ്രൗഡ് ഓഫ്. അതിനെ കൊണ്ട് അവസാനം എഴുതണം. അതിനേക്കാളും കൂടെ ഭംഗി ഓഫ് വിച്ച് ഐ ആം പ്രൗഡ്. അടുത്ത് there is no room. there is no room. അവിടെയും നമ്മളൊരു പ്രിപ്പോസിഷൻ ചേർത്തുകൊണ്ടാണ് there is no room in dash. there is no room in which. there is no room in which I can sit at work. there is no room in which I can sit at work. ജോലി സമയത്ത് ഇരിക്കാൻ ഒരു ടൈമില്ല. ഓക്കെ, അടുത്ത സെന്റൻസിലേക്ക്. he took no notice of the warning. മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. he took no notice of the warning. അവൻ ആ മുന്നറിയിപ്പ് ശ്രദ്ധിച്ചേയില്ല. ഇനി ബാക്കി ശ്രദ്ധിക്കുന്നത്. he took no notice of the warning. warningന് പകരമുള്ള ഒരു വേർഡാണ് dash I gave him. that I gave him. പക്ഷെ നമ്മളിവിടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് which ചേർക്കാനാണ്. which I gave him. he took no notice of the warning which I gave him. അവിടെ ഹൂ ചേരുമോ? ഇല്ല. ഹുമ്മും ഹൂസും ചേരില്ല. പിന്നെ ആകെ ചേരുന്നത് ദാറ്റും വിച്ചും. ഇവിടെ നമ്മൾ കുറേ സെന്റൻസുകൾ വിച്ചിന് വേണ്ടി തന്നിരിക്കുകയാണ്. അടുത്തത് this is the farm. ഇതാണ് ആ ഫാം. ഡാഷ് വിച്ച് ഐ ലിവ്ഡ് ആസ് എ ചൈൽഡ്. ഞാൻ കുട്ടിക്കാലത്ത് താമസിച്ചിരുന്ന ഒരു ഫാമാണ്. ഫാമും അതിനോട് ചേർന്ന ഫാം ഹൗസും. സോ ദിസ് ഈസ് ദ ഫാം. എന്നിട്ട് ഡാഷ് ഇതിന് മുമ്പ് ഒരു പ്രിപ്പോസിഷൻ തന്നിട്ടുണ്ട്. ദിസ് ഈസ് ദ ഫാം ഓൺ വിച്ച്. അവിടെയും പ്രിപ്പോസിഷനോടൊപ്പം നിൽക്കുകയാണ്. നേരത്തെ ഓഫ് വിച്ച് കണ്ട്, ഇൻ വിച്ച് കണ്ട്, ഇവിടെ ഓൺ വിച്ച്. ദിസ് ഈസ് ദ ഫാം ഓൺ വിച്ച് ഐ ലിവ്ഡ് ആസ് എ ചൈൽഡ്. അടുത്ത ഒരു സെന്റൻസിൽ കൊടുത്തിരിക്കുന്നത് എവറസ്റ്റ് ഡാഷ് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് ഈസ് ഇൻ ഹിമാലയാസ്. എവറസ്റ്റ് ഡാഷ് ഈസ് ദ ഹയസ്റ്റ് പീക്ക്. വിച്ച് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഈസ് ഇൻ ദ ഹിമാലയാസ്. അതാണ് ഏത്? വിച്ച്. ഇനി ദാറ്റിന് കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. നമുക്ക് വായിക്കാം. ദിസ് ഈസ് ദ ബോയ് ഡാഷ്. നമുക്ക് എന്തെങ്കിലും എടുക്കാം. ദിസ് ഈസ് ദ ബോയ്. ദാറ്റാണ് ചേർക്കേണ്ടത്. പിന്നെ വേറെ ആലോചിക്കാനല്ല. ദിസ് ഈസ് ദ ബോയ് ദാറ്റ് കിൽഡ് ദ സ്നേക്ക്. ആ പാമ്പിനെ കൊന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഇവനാണ്. ദിസ് ഈസ് ദ ബോയ് ദാറ്റ് കിൽഡ്. വേണമെങ്കിൽ പറയാം ദിസ് ഈസ് ദ ബോയ് ഹൂ. പക്ഷെ ഇവിടെ ദാറ്റ് ചേർക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദാറ്റ് ചേർക്കാം. ദിസ് ഈസ് ദ ഗേൾ. അടുത്ത സെന്റൻസ് ദിസ് ഈസ് ദ ബോയ് പോലെ. ദിസ് ഈസ് ദ ഗേൾ ദാറ്റ് ഐ റെക്കമെൻഡഡ് ഫോർ ദ പോസ്റ്റ്. ആ ജോലിക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്ത പെണ്ണ് ഇതാണ്. ദിസ് ഈസ് ദ ഗേൾ ദാറ്റ് ഐ റെക്കമെൻഡഡ്. വേണമെങ്കിൽ ഏത് ചേർക്കാമായിരുന്നു? ദിസ് ഈസ് ദ ഗേൾ ഹും ഐ റെക്കമെൻഡഡ്. ഹും എന്ന് ചേർക്കാം. പക്ഷെ ഇവിടെ ദാറ്റ് ചേർക്കാൻ പറഞ്ഞതുകൊണ്ട് ദാറ്റ് ചേർത്തു. ദിസ് ഈസ് ദ ഗേൾ ദാറ്റ്. അടുത്ത ദിസ് ഈസ് ദ ഹൗസ്. ദിസ് ഈസ് ദ ഹൗസ് ഡാഷ് ജാക്ക് ബിൽറ്റ്. ജാക്ക് നിർമ്മിച്ച വീടെന്നാണ് പറയുന്നത്. സോ ദിസ് ഈസ് ദ ഹൗസ് ദാറ്റ് ജാക്ക് ബിൽറ്റ്. അടുത്തത് ദ മാൻ ഡാഷ് ഹാസ് നോ മ്യൂസിക് ഇൻ ഹിം ഈസ് ഫിറ്റ് ഫോർ ട്രീസൺസ്. സംഗീതത്തിൽ ഒരു താല്പര്യമില്ലാത്തവനെന്ന് പറയുന്നത് പിന്നെ ചതിക്ക് പറ്റിയവനാണെന്നാണ്. ഒരു സെന്റൻസ് ഞാൻ വായിക്കുന്നത് ദ മാൻ ഡാഷ് ഹാസ് നോ മ്യൂസിക് ഇൻ ഹിം. അവനിൽ സംഗീതമേ ഇല്ലെന്ന് വെച്ചോളൂ. അപ്പോൾ ആ സെന്റൻസ് നമ്മൾ ദാറ്റ് ചേർത്തുകൊണ്ട് വരികയാണ്. ദ മാൻ ദാറ്റ് ഹാസ് നോ മ്യൂസിക് ഇൻ ഹിം. അവനിൽ സംഗീതമില്ലെങ്കിൽ ഈസ് ഫിറ്റ് ഫോർ ട്രീസൺ. അവൻ പിന്നെ ചതിയനായിരിക്കും. അവൻ്റെ ചതിക്കുള്ള യോഗ്യതയില്ല. അടുത്ത the boughs. B-O-U-G-H-S. Boughs means branches. The boughs dash bear most. ഏറ്റവും കൂടുതൽ വഹിക്കുന്ന ശാഖകൾ hang lowest. അത് ഏറ്റവും ചാഞ്ഞു നിൽക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ദ ബോസ്. നമ്മുടെ കയ്യിൽ ഒരു ദാറ്റ് എടുപ്പുണ്ട്. ദ ബോസ് ദാറ്റ് ബെയർ മോസ്റ്റ്. ഏറ്റവും കൂടുതൽ വഹിക്കുന്ന. ബെയർ മീൻസ് വഹിക്കുക, ക്യാരി. ഹാങ് ലോവസ്റ്റ്. അടുത്തത് ദ ലേഡി ഡാഷ്. നമുക്കറിയാം ലേഡി അവിടെ ഹൂം ഒക്കെയാണ് കൂടുതൽ ചേരുന്നത്. പക്ഷെ ഇവിടെ ദാറ്റ് ചേർക്കാൻ പറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മളത് എടുക്കുന്നത് ദ ലേഡി ദാറ്റ് ഐ നോ വൺ ദ പ്രൈസ്. ദ ലേഡി ദാറ്റ് ഐ നോ വൺ ദ പ്രൈസ്. അപ്പോൾ ഏത് തീർന്നു? റിലേറ്റീവ് പ്രൊനൗൺസ് ഞാൻ കുറേ പറഞ്ഞു. ഇനി ഞാൻ ഇതിൽ കുറേ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഇതും ചെറിയ സെൻറ്റൻസുകൾ വീതമുള്ളത് അങ്ങനെ കുറേ എക്സാമ്പിൾസ് കൂടെ ഇട്ട് തരും. അപ്പോൾ നമുക്ക് ഏത് തീർന്ന് കിട്ടും? റിലേറ്റീവ് പ്രൊനൗൺസും റെഡിയാകും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഏതൊക്കെയായിരുന്നു? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസ് 3 പേര്, ഈച്ച് എയ്തർ നെയ്തർ. അടുത്തത് റെസിപ്രോക്കൽ പ്രൊനൗൺസ് 2 പേര്, ഈച്ച് അതർ വൺ അനദർ. പിന്നീട് റിലേറ്റീവ് പ്രൊനൗൺസ് ഏതൊക്കെയാണ് കിട്ടിയത്? റിലേറ്റീവ് പ്രൊനൗൺസിൽ ഹൂ ഉണ്ട്, ഹും ഉണ്ട്, ഹൂസ് ഉണ്ട്, ദാറ്റ്, വിച്ച്. വളരെ അപൂർവമായിട്ട് വോട്ട് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞ് ഈ ദാറ്റിന് പകരമൊക്കെ ചില സന്ദർഭങ്ങളിൽ വോട്ട് നിൽക്കും. ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് പറഞ്ഞ് ചൂണ്ടിക്കുന്നില്ല. അടുത്ത് അപ്പോൾ നമുക്ക് എന്ത് തീർന്നിരിക്കുകയാണ്? പ്രൊനൗൺസ് നമ്മളിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ
നമുക്കിവിടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. See you in the next episode with the next part of speech. That is, ഏതാ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് പ്രൊനൗൺസ് കഴിഞ്ഞു, അടുത്തത് അഡ്ജക്റ്റീവ്. Till then,